ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു മീൻകറി വെക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ അയല മീനാണ്. ഈ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ വിട്ടതിന് ശേഷം ഇത് നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മീൻകറിയുടെ വീഡിയോ തന്നെ ആവട്ടെ. എന്താ അല്ലേ? അപ്പോൾ നമ്മൾ തേങ്ങ തിരുകി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഇനി പൊടി ഐറ്റംസ് ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ അരച്ചെടുക്കാനുള്ളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അളർന്നും തൂക്കിയൊന്നും അല്ല എടുക്കുന്നത്. എനിക്കെല്ലാം ഒരു ഏകദേശം ഒരു കൈക്കണക്കുണ്ട്. ആ രീതിയിലാണ് എടുക്കുന്നത്. ഇത് മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാറുള്ളൂ. ഞങ്ങൾക്ക് മുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കാറുള്ളത്. എരി ഇവിടെ കുറച്ചധികം എരി ഉപയോഗിക്കുന്ന ആളുകളാണ്. മുളക് പൊടി കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നത് കൊണ്ട് മുളക് പൊടിയുടെ എരി കുറച്ച് മതി. മുളക് പൊടി തന്നെയാണ് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി അല്ലാണ്ട് മീനിൽ നേരിട്ട് ചേർത്താലും മതി. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനമല്ലേ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പുളിയാണ്. പുളി എടുത്ത് നമ്മൾ പിഴിഞ്ഞ് നീരാക്കി ഒഴിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് ഇട്ടാൽ പുളിയിൽ കരടും പുളിയേരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും അരയില്ല, മിക്സിക്ക് കംപ്ലൈൻ്റ് ആകും. ഇതുപോലെ കുറച്ച് പുളി മതി. ഇത് ഞാൻ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്, ഞാൻ അങ്ങനെ കേട്ടോ ഉപ്പും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. ഉപ്പ് കൂടി ഇട്ടിട്ട് ഈ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഇനി ഒരു 3 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിടണം. എന്നിട്ടാണ് അരയ്ക്കുന്നത്. ഇനി അരച്ചെടുത്തിട്ട് വരാം. മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരപ്പൊക്കെ കലക്കി വൃത്തിയാക്കി ഇത് അടുപ്പിലേക്ക് വെക്കാം. പക്ഷേ ഞാൻ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ ഈ മീൻ അതിനകത്തേക്ക് ഇടത്തുള്ളൂ. അപ്പോൾ മീനൊന്നും ഒരു ശകലം പോലും പൊടിയാതെ കിട്ടും. അപ്പോൾ ഞാൻ ഈ മീൻ പിറക്കി മാറ്റിയിട്ട് അരപ്പ് തിളപ്പിക്കട്ടെ. നമുക്ക് ആദ്യം ഈ മുളകുകൾ ചട്ടിക്കകത്തേക്ക് അരിഞ്ഞിടാവേ. ഇനി നമുക്കിതിലേക്ക് ഈ കറിവേപ്പിലയും കൂടി ഇറുത്തിടാം. എന്നിട്ട് അരപ്പും കൂടി കലക്കി തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. ഓക്കെ, ഞങ്ങൾ വിറവടുപ്പിലാണ് വെക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കണ്ണ് നീർന്നു. തീ കത്തി. ഇനി നമുക്ക് അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കാം നമ്മുടെ മീൻ ചട്ടി. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ഇനി അടുപ്പിനകം എങ്ങനെയായി എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. കാരണം നന്നായിട്ട് തിളച്ചിട്ടിടുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും, ഇത് മീൻകറി വെക്കാൻ ഇനിയിപ്പോൾ ഇവള് പറഞ്ഞു തന്നിട്ട് വേണം അല്ലേ, നമുക്കാർക്കും അല്ലെങ്കിൽ മീൻകറി വെക്കാൻ അറിയില്ല അല്ലേ, ഇനിയിപ്പോൾ ഇവള് പഠിപ്പിച്ചിട്ടാണ് ഇനി നമ്മൾ മീൻകറി വെക്കേണ്ടത് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടാവാം. പക്ഷേ ഇത് ഞാൻ വെക്കുന്ന രീതിയാണേ. ഇങ്ങനെ തന്നെ ആവാം ചിലപ്പോൾ നിങ്ങൾ പലരും വെക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അപ്പോഴത്തന്നെ കലക്കി അങ്ങനെ മീൻ വെക്കുന്നതിനോട് ഇഷ്ടമല്ല. കാരണം ആ മീനിൻ്റെ അകത്തിരിക്കുന്ന ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തു നിന്നൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിടുമ്പോൾ ആ വെള്ളമൊക്കെ അതിൽ വീഴില്ലേ. നമ്മൾ എത്ര പിഴിഞ്ഞ് വെച്ചാലും ഒരു വെള്ളം വീഴും. അതുകൊണ്ട് കണ്ടില്ലേ, ഇത് തന്നെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതുപോലെ വെള്ളം വരും. നന്നായിട്ട് തീ എരിയുന്നുണ്ട്. അടുപ്പൊക്കെ ഒരു പരുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം.
നമ്മുടെ അടുക്കളയ്ക്കൊന്നും ഒരു ഭംഗിയില്ല. പഴയ വീടാണ്, പഴയ അടുക്കളയാണ്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ചില വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് മൊത്തം കാണിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയുള്ള കോലങ്ങളാണെന്ന്. നമ്മളിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഭംഗിയേ ഉള്ളൂ, അല്ലാതെ എല്ലാം കണക്കാ. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് വളരെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മളിതേ ഈ ഒരു അടപ്പ് എടുത്ത് അടച്ച് വേവിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മീൻകറിക്ക് കൂട്ടായിട്ട് ഈ ചീനി എന്ന് പറയും ചിലർ കപ്പ എന്ന് പറയും, മരച്ചീനി എന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾ ഇതിനെ ഇവിടെ തിരുവനന്തപുരത്തോട്ടൊക്കെ കിഴങ്ങെന്നാണ് പറയുന്നത്. കിഴങ്ങ് വർഗ്ഗത്തിലുള്ളത് തന്നെയാണ് എല്ലാം, പക്ഷേ ഞങ്ങളിവിടെ ഇതിനെ കിഴങ്ങെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കിഴങ്ങെന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ വന്നിട്ട് വലിയ ജാടയിൽ കപ്പ എന്നൊന്നും പറയാനൊന്നും എനിക്ക് വയ്യ. ഞാൻ സാധാരണ പറയുന്ന രീതിയിൽ കിഴങ്ങെന്നാണ് പറയുന്നത്. ഈ കിഴങ്ങ് നന്നായിട്ട് പൊളിച്ച് വെട്ടി അരിഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. നമ്മുടെ മീൻകറിക്ക് ഒരു കൂട്ടാവട്ടെ അല്ലേ? മീൻകറിക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇനി നമ്മുടെ മീൻകറിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ആദ്യം ഈ അടപ്പെടുത്ത് മാറ്റട്ടെ. അയ്യോ, എന്താ ചൂട്, എൻ്റെ ദൈവമേ. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇത്രയും തീയൊന്നും വേണ്ട, ഈ തീയങ്ങ് പിരി. അപ്പോൾ ഇനി ഇതിന് തീയൊന്നും വേണ്ട, നമ്മൾ ഈ കനലിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കിഴങ്ങ് കുഴച്ച് വെക്കാം. അങ്ങനെ ഇത് നമ്മൾ കിഴങ്ങ് നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നവക്കന വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുക, തിളപ്പിക്കുക. തിള വന്നു കഴിയുമ്പോൾ ഊറ്റുക. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം മുന്നിലേക്ക് വരണം. ഈ കട്ടൊക്കെ പോവണ്ടേ, ആ കിഴുകിഴുപ്പും കട്ടുമൊക്കെ വേണമെങ്കിൽ 2 ഊറ്റാം. 2 ഊറ്റുന്നത് നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ 2 ഊറ്റേണ്ട കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ഒന്ന് ഊറ്റേണ്ട ആവശ്യമുള്ളൂ, പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ വെക്കാം. അങ്ങനെ നമ്മൾ കിഴങ്ങ് അടുപ്പിൽ വെച്ചിരിക്കുന്നു. നല്ലതുപോലെ മുതുക്കൊരു തീയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ പരുവം നോക്കാമേ. മീൻകറി ഈ ഒരു അവസ്ഥയിലായി. കടുവൊന്നും പൊട്ടിച്ചിട്ടില്ല. കടുവൊക്കെ പൊട്ടിച്ചിട്ടിരുന്നു എങ്കിൽ ഇത് കുറച്ചുകൂടി കാണാനൊക്കെ ഗ്ലാമർ ഉണ്ടായേനെ. ഇവിടെ എനിക്ക് ഫാറ്റ് ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതിനകത്ത് കടുവൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുന്നില്ല. പിന്നെ കറിവേപ്പിലയൊന്നും അലങ്കാരത്തിനടുത്ത് പുറമേ വെച്ചിട്ടില്ല. എല്ലാം കറിയിലേക്ക് ലയിച്ച് പോയി. അപ്പോൾ ഇളക്കി എടുക്കുമ്പോൾ അതെവിടെയെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ കിഴങ്ങ് കൂടി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കിഴങ്ങിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട, അടിപൊളിയായിട്ട് വെന്തു. ഇനി നമുക്കിത് അടച്ചിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് കുഴച്ച് ഇളക്കി വയ്ക്കാം. നല്ല ആവി പറക്കുന്ന കിഴങ്ങ് റെഡി. നമ്മുടെ സൂപ്പർ കിഴങ്ങ് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറിയും കൂടി എടുക്കാവേ. അപ്പോൾ നമുക്ക് കുറച്ച് മീൻകറിയും കൂടി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ കുഴച്ചതും. കപ്പയല്ല, ഞങ്ങളിവിടെ മരച്ചീനി കിഴങ്ങെന്നാണ് പറയുന്നത്. മരച്ചീനി അല്ല, കിഴങ്ങ്. അപ്പോൾ കിഴങ്ങ് കുഴച്ചതും മീൻകറിയും. അപ്പോൾ നമ്മുടെ കിഴങ്ങും മീൻകറിയും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങും മീൻകറി. ഫിനിഷ് ചെയ്യട്ടെ.